നിന്നെ നീ ചെറുതായി കാണുക, ജനങ്ങളെ വലുതായി കാണുക. മാത്രമല്ല ഓരോ വ്യക്തിയിലും പടച്ച റബ്ബ് പല വിധത്തിലുള്ള വസ്തുക്കളും നിക്ഷേപിച്ചിട്ടുണ്ടാവും. ചിലർക്ക് അല്ലാഹു തആല നിക്ഷേപമായി കൊടുത്തത് ഈമാനാണ്. വേറെ ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത് ഇൽമായിരിക്കും. വേറെ ചില ആളുകൾക്ക് തത്വശാസ്ത്രം കൊടുത്തിട്ടുണ്ടാവും. വേറെ ചില ആളുകൾക്ക് എൻജിനീയറിംഗ് സ്വഭാവത്തിലുള്ള അറിവുകൾ, അതിനുള്ള കണ്ടുപിടുത്തത്തിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ സൃഷ്ടിക്കും അല്ലാഹു തആല കൊടുത്തു വച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ ദാനം, അതിനെയും നീ വലിയ കണ്ണുകൊണ്ട് കാണണം. ഒരു സയൻറ്റിസ്റ്റിനെ അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുള്ള കഴിവുകളെ നീ കേൾക്കുന്ന സന്ദർഭത്തിൽ എന്ത് ശാസ്ത്രം, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അല്ലമൽ ഇൻസാന മാ ലം യഅലം, ഐൻസ്റ്റീനെ കൊണ്ടോ ന്യൂട്ടനെ കൊണ്ടോ അല്ലാഹു തആല എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിപ്പിച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല അയാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വരദാനമാണ്, വെറുതെ ഉണ്ടായതല്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുളപ്പിച്ചെടുത്തത് ഖാലിഖായ റബ്ബാണ്. അപ്പോൾ എന്നെ അല്ലാഹു എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ ക്രമത്തിൽ തന്നെയാണ് ഐൻസ്റ്റീൻ്റെ മനോമുകുരത്തിൽ ഇങ്ങനെ ഒരു ഫാക്റ്റ് അല്ലാഹു മുളപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹുവിൻ്റെ തന്നെ ഒരു സംഭാവനയാണ്.